കാർഷിക രംഗത്തെ കുറിച്ച് തന്നെയാണ് പാലക്കാട്. കുറച്ച് ഞാനൊരു കർഷകൻ കൂടിയാണ്, അതുകൊണ്ടാണ്. നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കൊടുക്കുന്നതിനോടൊപ്പം സംസ്ഥാനം 2021-22 കൊടുത്ത് 8 രൂപ 60 പൈസയായിരുന്നു. ഇപ്പൊ ചുരുങ്ങിയിട്ട് അത് 5 രൂപ 20 പൈസയായി. അത് തന്നെ നിർത്താൻ കേന്ദ്രം പ്രോത്സാഹന വില കുറച്ചു. ഇപ്പൊ പ്രോത്സാഹന വില നിർത്തണം എന്നുള്ളത് കേന്ദ്രം ഇപ്പൊ നിർദ്ദേശിക്കുകയാണ്. 2021 പ്രോത്സാഹന വിലയെങ്കിലും ചേർത്തിട്ട് ഒരു 32 രൂപ 50 പൈസ ആക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു. 32.50. പിന്നെ രാസവളത്തിന്റെ ഇത് 2014 പൊട്ടാഷ് വില 7.50 ഉണ്ടായിരുന്നത് ഇപ്പൊ 38 രൂപയായിട്ടുണ്ട്. ഫാക്ടംഫോസിന്റെ വില 9 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ 30 രൂപയായിരിക്കുന്നു. യൂറിയ 8 രൂപയുണ്ടായിരുന്നത് ഇപ്പൊ 8 രൂപയാണെങ്കിൽ പോലും നിലവിൽ ലഭ്യമല്ല. യൂറിയ ലഭിക്കുന്നില്ല. യൂറിയയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫാക്ടറി കേരളത്തിൽ തന്നെ ആരംഭിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത്തെ കാര്യം, പാഡി കോർപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ട് നെല്ലിന്റെ സംഭരണം പൂർണ്ണമായി ഉറപ്പുവരുത്തിക്കൊണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കടമല്ലാതെ അവൻ അധ്വാനിക്കുന്നതിന്റെ മൂല്യമായിട്ട് തന്നെ നൽകണം. കൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നമ്മുടെ തവിട് കളയാത്ത അരി പോലുള്ള, പിന്നെ സർക്കാർ തലത്തിൽ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫാക്ടറി പാലക്കാട് ജില്ലയിൽ ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെയുള്ളത് ഈ വരമ്പ് പുതിയത് മഴവെള്ള സംഭരണം എന്ന ലക്ഷ്യത്തോടെ പാടത്ത് വരമ്പ് പുതിയത് അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താം. മഴവെള്ള സംഭരണത്തിന് വേണ്ടിയിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിക്കാം. അത് കർഷകർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാലാമത്തെ കാര്യം, നഷ്ടപരിഹാരം 3000 രൂപയാണ് ഒരു ഏക്കറിന് കിട്ടുന്നത്. പന്നി നശിപ്പിച്ചാലും കാട്ടുമൃഗങ്ങളും ഇതൊക്കെ അടിച്ചാൽ അതൊരു 20, കാരണം 40,000 രൂപ ഒരു ഏക്കറിന് നമുക്ക് ചെലവ് വരുന്നത്. ഒരു 20,000 രൂപയെങ്കിലും നഷ്ടപരിഹാരമായിട്ട് ഇപ്പൊ 3000 രൂപയാണ്. അതൊരു 20,000 രൂപയായിട്ടെങ്കിലും ഉയർത്തണമെന്നത് അഭ്യർത്ഥിക്കും.